ഭംഗം കൂടാതെ എന്നും ഭവതിയുടെ പദാംഭോജമോർത്തിടുവാനായി മംഗല്യേ സാധ്യമാവാൻ കരുണ ഇവനിൽ നീ കാട്ടണം കോട്ടമെന്നേ. സംഘം നിൻ ഭക്തരോടായി വരണമതുവഴിക്കംബികേ കാമദാത്രി. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഹരിശ്ചന്ദ്രചരിതം സപ്തമസ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. കഥ തുടർന്നുകൊണ്ട് സൂതൻ പറയുന്നു: ഏകദാ തുഗധോരന്ധും ബാലകൈ സഹിതോ ബഹി വാരാണസ്യാനാദിദൂരേ രോഹിതാഖ്യകുമാരക. ഹരിശ്ചന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ഈ രോഹിതൻ ഒരു ദിവസം മറ്റു കുട്ടികളോടുകൂടി കളിക്കാനായിട്ട് ഈ വാരണാസി അഥവാ കാശിയിൽ അധികം ദൂരെയല്ലാത്ത ഒരിടത്തേക്ക് പോയി. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ അധികം വേരില്ലാത്തതും അതേമാതിരി അഗ്രം കൂർത്തതും നല്ല ഭംഗിയുമുള്ളതുമായ ദർഭപ്പുല്ല് ആവുന്ന വിധത്തിൽ സ്വാമിയെ പ്രീതിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ കൊണ്ടും പിഴുതെടുത്തു. അതേമാതിരി ചമത ഹോമിക്കാനായിക്കൊണ്ട് പ്ലാവിൻ്റെ വിറകുകൾ മുതലായവ ഹോമത്തിന് വേണ്ടി സാധനം ശേഖരിച്ച് അതൊക്കെ കെട്ടി ശിരസിൽ വെച്ച് പതുക്കെ നടന്ന് വരുന്ന സമയത്ത് ദാഹം സഹിക്കാനാവാതെ ഒരു ജലാശയത്തിനടുത്ത് വന്നു എന്നാണ് പറയണത്. തൻ്റെ ശിരസിലുള്ള ഈ ഭാരം താഴെ ഇറക്കി വെച്ചിട്ട് ഈ രോഹിതൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ദാഹമൊക്കെ തീർത്തു, വെള്ളം കുടിച്ചു. പിന്നെ ഒരു പുറ്റിന് മുകളിൽ ഇറക്കി വെച്ചിരുന്നതായിട്ടുള്ള വിറക് കെട്ടെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ പറയണു: വിശ്വാമിത്ര ആജ്ഞയാതാവൽ. വിശ്വാമിത്രൻ്റെ പ്രേരണയാൽ വലിയ വിഷമുള്ള ഘോരനായിട്ടുള്ള ഒരു കൃഷ്ണസർപ്പം എന്നാണ് പറയണത് ആ പുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ സർപ്പം ഈ രോഹിതനെ, ഈ കുട്ടിയെ കൊത്തി ദംശിച്ചു. സർപ്പദംശനം ഏറ്റ ഈ രോഹിതൻ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ രോഹിതൻ മരിച്ചത് കണ്ട് മറ്റു കുട്ടികൾ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലേക്ക് ഓടിച്ചെന്നു. ഭയാകുലരായിട്ടുള്ളവർ അവൻ്റെ അമ്മയോട് തിടുക്കത്തിൽ പറഞ്ഞു: ഹേ ബ്രാഹ്മണദാസി, നിൻ്റെ പുത്രൻ കളിക്കാനായിട്ട് പുറത്തു പോയല്ലോ, ഞങ്ങളോടൊപ്പം കളിക്കാമെന്ന അവൻ സർപ്പത്തിൻ്റെ കടിയേറ്റ് അവിടെ തന്നെ മരിച്ചു വീണിരിക്കണു എന്നിതാ പറഞ്ഞു. വാക്കുകളെ കേട്ടപ്പോൾ വെട്ടിയിട്ട വാഴ പോലെ മൂർച്ഛിത്ത് ചാഴ വീണു അവൻ്റെ അമ്മ. ബ്രാഹ്മണൻ അവളുടെ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചു. ഉടനെ തന്നെ അവൾക്ക് ഭോഗതം വീണ്ടു കിട്ടി. ബ്രാഹ്മണൻ അവളെ ശാസിക്കുകയാണത്ര ഉണ്ടായത്. അശ്രീകരം എന്നാ പറയണത്. ഈ സന്ധ്യാനേരത്ത് കരയണു, മോഹാലസ്യപ്പെട്ട് വീണു എന്നൊക്കെ പറഞ്ഞ്
പുത്രദുഃഖം, പുത്രൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് മോഹാലസ്യപ്പെട്ട് വീണ ആ രാജ്ഞിയായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യ ഇത ക്രൂരമായിട്ട് ശകാരിക്കുകയാണ് ചെയ്തത്. ഈ ബ്രാഹ്മണൻ എന്നാണ് പറയണത്. ദാസിയാണ്, ഒന്നും മിണ്ടാൻ കഴിയില്ല. പുത്ര ശോകം കൊണ്ട് അവളെ വിലപിച്ചുകൊണ്ടിരുന്നു. ദുഃഖം അടക്കാനാവാതെ കണ്ട് കണ്ണുനീരിങ്ങനെ വാർന്നുകൊണ്ടിരുന്നു. മുടിയൊക്കെ കെട്ടഴിഞ്ഞതാ നിലത്തിലേക്ക് വീണിരിക്കണു. വീണ്ടും കോപിതനായിട്ടുള്ള ആ ബ്രാഹ്മണൻ അവളോട് പറയുക, വിലയ്ക്ക് വാങ്ങിയ നീ എൻ്റെ ജോലി ചെയ്യാതെ കണ്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കണോ? എൻ്റെ ജോലി ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മേടിച്ച എന്തിനാണ് ആ ധനം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ച സമയത്ത് അവൾ പറഞ്ഞു, വിലപിച്ചുകൊണ്ട് ബ്രാഹ്മണനോട്, സ്വാമി, എൻ്റെ മകൻ ഇതങ്ങനെ അങ്ങക്ക് വേണ്ടിയിട്ടുള്ള വിറക്, ദർഭ മുതലായവ ശേഖരിക്കാൻ പോയിരുന്നുവല്ലോ. അതെല്ലാം എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് ഇതാ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കണു. അതുകൊണ്ട് എനിക്കൊരു അനുവാദം തരണം, ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ടുവരാനായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിതാ വിലപിക്കാൻ തുടങ്ങി. കുപിതനായ ബ്രാഹ്മണൻ വീണ്ടും അവളോട് പറയണു, നീ ദുശ്ശാഠ്യക്കാരിയാണ്, മര്യാദയില്ലാത്തവളാണ്. എൻ്റെ അടുത്ത് നിന്ന് ധനം മേടിച്ചിട്ട് എൻ്റെ കാര്യം മുടക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് ധനം മേടിച്ച് പറഞ്ഞ കാര്യം എൻ്റെ ചെയ്യാതെ കണ്ടിരുന്നാൽ ഘോരമായിട്ടുള്ള മഹാരൗരവം എന്ന നരകത്തിൽ നീ പതിക്കാനിടവരും. അവിടെ കിടന്ന് നീ നീറും. പിന്നെ പൂവൻകോഴിയായിട്ട് പിറക്കും. ഇങ്ങനെയൊക്കെ അദ്ദേഹം ശഠിച്ചു. ഇങ്ങനെയൊക്കെയാണത്രേ പറയാൻ നിന്നത്. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ച് നിനക്ക് അല്പമെങ്കിലും ഭയമുണ്ടായെന്നുണ്ടെങ്കിൽ ഇതാ വന്നിട്ട് നിൻ്റെ വേലകൾ ചെയ്യാൻ നോക്ക്, ജോലികൾ ചെയ്യാൻ നോക്ക് എന്നൊക്കെ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ അവൾ വിറച്ചുകൊണ്ട് ബ്രാഹ്മണൻ്റെ കാലിൽ നമസ്കരിച്ചുകൊണ്ട് വീണ്ടും പറയണു, കാരുണ്യം കാണിക്കണം, പ്രസാദിക്കണം, ഒരു നിമിഷ നേരത്തേക്കെങ്കിലും എന്നെ അയക്കണം. ഇനി എനിക്ക് എൻ്റെ മകൻ്റെ മുഖം കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ മുഖമൊന്ന് കാണാനായിട്ട് എന്നെ അനുവദിക്കണം എന്നൊക്കെ വീണ് ആ ബ്രാഹ്മണൻ്റെ പാദങ്ങളിൽ വീണിതാ നമസ്കരിക്കണു. അങ്ങനെ പുത്രവിരഹത്താൽ ദീനിയായി ആർത്തയായി അവളെ കാല് പിടിച്ച് കരഞ്ഞ സമയത്ത് ബ്രാഹ്മണൻ്റെ കണ്ണുകളൊക്കെ കോപം കൊണ്ടിതാ കലങ്ങിന്നാ പറയണത്. നിൻ്റെ മകനെ കൊണ്ട് ഇനിയിപ്പോൾ എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് എൻ്റെ വീട്ടു ജോലി നീ ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ എന്നെ ദേഷ്യപ്പെടുത്തിയാൽ നിനക്കറിയാലോ, ചാട്ടവാറുള്ള കൊണ്ടുള്ള അടിയാണ് ഞാൻ നിനക്ക് തരിക എന്നൊക്കെയാണ് ബ്രാഹ്മണനിത ആ മാതാവിനോട് പറയണത്. എന്തായാലും ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിതാ ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദേവീ ശരണം അമ്മേ.